വർഷങ്ങൾക്ക് മുൻപ് ഉച്ചഭാഷിണി എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ നാട്ടിൽ രംഗത്ത് വന്നതിന് മുതൽ അതിനെ ഇബാദത്തുകളിലും ആരാധനകളിലും പള്ളിയും കൊണ്ടുവരിക എന്നതിനെ എതിർത്തിരുന്ന നയമാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്കെല്ലാം ഉണ്ടായിരുന്നത്. അന്ന് സംഘടനാ വിവേചനമൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ടായിരുന്നത്. സമസ്തയുടെ രൂപീകരണ കാലത്തും അങ്ങനെ തന്നെയാണുള്ളത്. സമസ്തയുടെ രൂപീകരണ കാലത്തും നമ്മുടെ നാട്ടിൽ എത്തിയിട്ടില്ല. 1945 കാലത്തൊക്കെ മക്കത്ത് ഹറമിൽ പോലും വന്നിട്ടില്ല. അക്കാലത്തൊന്നും മക്കത്ത് ഹറമിൽ പോലും വന്നില്ല. ഭരണകൂടത്തിൻ്റെ പേരിൽ മൈക്ക് കൊണ്ടുവരാനൊക്കെ ഒരു തടസ്സവുമില്ലാത്ത അത്തരം രാഷ്ട്രങ്ങളിലെ ഏറ്റവും വലിയ പ്രധാന കേന്ദ്ര ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന കേന്ദ്രത്തിൽ പോലും അക്കാലം വരെ മൈക്കുകൾ ഉപയോഗിക്കാതെയാണ് നടന്നിരുന്നത്. ഈ ബാത്തുകളൊക്കെ നിസ്കാരവും മറ്റുള്ള എല്ലാം നടന്നിരുന്നത് അങ്ങനെയാണ്. അങ്ങനെ നടന്നിരുന്ന ഒരു കാര്യത്തിൽ സുന്നികളുടെ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ആ നിലപാടനുസരിച്ച് ഫത്വ നൽകിയ മശായിഖുമാരുടെയും ലോകം അംഗീകരിക്കുന്ന ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അല്ലാമ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആദം ഹദറത്ത്, ബാക്കിയാത്തിലെ ഒരുപാട് കാലത്തെ പ്രിൻസിപ്പളായ മഹാനായ ഷെയ്ഖ് ആദം ഹദറത്ത് തുടങ്ങിയിട്ടുള്ള മഹാന്മാർ, അതേപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായിരുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവർകൾ, ഇവരൊക്കെ ഈ വിഷയം ചർച്ചയായി സുന്നികൾക്കിടയിൽ വന്നപ്പോഴേ ഇത് ഇബാദത്തുകളിൽ കൊണ്ടുവരുന്നതിനെ എതിർത്തുകൊണ്ട് ഫത്വ ചെയ്തിട്ടുള്ളവരാണ്. 1966 കാലത്ത് ഈ ഫത്വകൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ളൊരു വിഷയം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപം കൊണ്ട 1925 മുതൽക്കുള്ള കാലത്ത് 1967 ഏപ്രിൽ മാസം 8-ാം തീയതി വരെയുള്ള എല്ലാ മുശാവറുകളുടെ തീരുമാനങ്ങളും എല്ലാ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാലും മദ്ഹബ് സംബന്ധമായ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു മദ്ഹബിൻ്റെ അഭിപ്രായമോ അല്ലെങ്കിൽ മദ്ഹബിൻ്റെ അഭിപ്രായമാണെന്ന് തങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായമോ സമസ്തയുടെ പേരിൽ സംഘടനാപരമായി നൽകാൻ പാടില്ല. കാരണം സമസ്ത മൊത്തം അതിന് ബാധകക്കാരാവും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മൊത്തം ഒരു തീരുമാനമായി ഇത് മാറും. സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളുള്ള ഒരു കാര്യമായിട്ട് ഇത് മാറും. കാരണം 4 മദ്ഹബുകാർക്കും അണിനിരക്കാനുള്ളതാണല്ലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതാണ് അതിൻ്റെ ഭരണഘടന പറയും. 4 മദ്ഹബുകാർക്കും അണിനിരക്കാം. 2 വിശ്വാസ സരണിയിലെ അശ്അരി മാതുരിദി ത്വരീഖത്ത് സ്വീകരിച്ചവർക്കും ഇതിൽ അംഗമാകാം. അപ്പം അവർക്കൊക്കെ അംഗമായി പ്രവർത്തിക്കണമെങ്കിൽ അവർക്കൊക്കെ സ്വീകാര്യമായതല്ലേ സംഘടനയുടെ അഭിപ്രായമാകാൻ പാടുള്ളൂ. അത്തരം ഒരു അഭിപ്രായമാണ് ഗുരുമഹത്തുക്കളിൽ ഗുരുമഹത്തുക്കളായ സമസ്തയുടെ അവലംബങ്ങളും ആലംബങ്ങളുമായിരുന്ന അതിൻ്റെ സംരക്ഷകരും ഉപദേഷ്ടാക്കളുമായിരുന്ന മഹാനായ പാങ്ങിൽ അഹമ്മദ് മുട്ടി മുസ്ലിയാരൊക്കെ വഫാത്തായത് ഇതേ നിലപാടിലാണ്. ഇഷ്ടഭാഷകളൊന്നുമില്ലാതെ വഫാത്ത് വരേക്കും അവരുടെ ജീവിതത്തിൽ ഒന്നും നിസ്കാരത്തിലോ ഖുത്ബയിലോ ഉപയോഗിച്ചിട്ടില്ല. അന്നൊന്നും സുന്നികളാരും ഉപയോഗിക്കാറുമില്ല. വന്ന കാലത്തും 45 കാര്യവട്ടം സമ്മേളനം മുതൽക്ക് മഹാനവറുകൾ കിടപ്പിലാവുകയും തൊട്ടടുത്തായിട്ടൊക്കെ വഫാത്താവുകയും ചെയ്ത ശേഷം സമസ്തയെ നിലനിർത്തുന്നത് ബഹുമാനപ്പെട്ട അല്ലാമ ശംസുൽ ഉലമ ഖുതുബി അവർകളാണ്. അവരുടെ ശിഷ്യന്മാരല്ലാതെ സമസ്തയെ നയിക്കുന്ന വലിയ പണ്ഡിതന്മാർ വന്നിട്ടില്ല. അല്ലെങ്കിൽ ശിഷ്യന്മാരാണ് പിന്നീട് വന്നത്, ഇവരുടെ വഫാത്തിന് ശേഷം വന്നതൊക്കെ. അപ്പോൾ അവരുടെ വഫാത്തിന് ശേഷം അവരുടെ ശിഷ്യന്മാരടക്കമുള്ള ചിലർ അവരുടെ സ്വന്തം അഭിപ്രായം സമസ്തയുടെ തീരുമാനമാക്കി വെക്കുമ്പോൾ 4 മദ്ഹബിൻ്റെയും തീരുമാനമാവുകയാണിത്. 2 വിശ്വാസ സരണിയുടെ ഭാഗം ഭിന്നിപ്പുകൾ സ്വീകരിക്കെ 2ൻ്റെയും ഏകകണ്ഠമായ നിലപാടാവുകയാണ് ഈ ബാത്തുകളിൽ യന്ത്രം ഉപയോഗിക്കുന്നത്. ഇത് സമസ്ത പാസ്സാക്കിയതോടുകൂടെ തന്നെ മദ്ഹബ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നത്, ഫത്വ നൽകുന്നത് സംഘടനാപരമായി പറ്റില്ല എന്ന അതിൻ്റെ പ്രഖ്യാപിത നയവും അനുവർത്തിച്ചു പോകുന്ന നയവും 40 കൊല്ലത്തെ അതിൻ്റെ പ്രവർത്തനത്തിൽ നയവും ലംഘിക്കപ്പെടുകയാണ്. ഇങ്ങനെ വന്നതുകൊണ്ട് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടു. എന്തിന്? ഈ 4 മദ്ഹബുകളും സംരക്ഷിക്കാൻ, 2 വിശ്വാസ സരണിയും സംരക്ഷിക്കാൻ. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടന അതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അധ്യക്ഷരായും ഇതിൻ്റെ സ്ഥാപകരായും വന്ന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർക്കൊക്കെ ഇത് പറ്റില്ല ഇബാദത്തുകളിൽ എന്ന അഭിപ്രായമായിരുന്നിട്ടും ആ അഭിപ്രായം സംസ്ഥാന പാസ്സാക്കിയിട്ടില്ല. സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനമായി ഒരിക്കലും വന്നിട്ടില്ല. സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഇത് സംബന്ധിച്ചമായിട്ട് ഏവർക്കും സ്വീകാര്യമായൊരു തീരുമാനമാണുള്ളത്. ഇത് സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസമുണ്ട്. പല പണ്ഡിതന്മാരും പലതാ പറയുന്നത്.
ഇബാറത്തുകൾ ശരിക്കും നോക്കിയിട്ട് കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാർ, സുന്നി പണ്ഡിതന്മാർ, ഷാഫി മദ്ഹബുകാർ, നമ്മൾ കേരളത്തിലെ പണ്ഡിതന്മാരൊക്കെ ഇത് പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇഷ്ടപ്രകാരം ഇബാറത്തുകൾ വെട്ടിമുറിക്കുന്നവരൊക്കെ ഉണ്ട്, അത് പറ്റുന്ന അഭിപ്രായപ്പെടുന്നവരുണ്ട്. പക്ഷെ അവർക്കും ജായിസാണെന്നല്ലേ അഭിപ്രായമുള്ളൂ. നന്ന് എന്നാരും പറയുന്നില്ല, വേണമെന്നാരും പറയുന്നില്ല. അതുകൊണ്ട് ഇത് ഒഴിവാക്കണം. ഇതാർക്കാ പറഞ്ഞുവിടാത്തത്? മദ്ഹബ് സംബന്ധമായ വിഷയമല്ലല്ലോ. അന്ന് തൊട്ട് ഇന്ന് വരെ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ സംഘടനാപരമായി മദ്ഹബ് പരമായ ഒരു വിഷയത്തിൽ ഷാഫി മദ്ഹബുകാരാണ് അതിൽ ഭൂരിപക്ഷവും, എന്നിട്ടും പാസ്സാക്കിയിട്ടില്ല. ഇതാണ് കേരളീയ സമൂഹത്തിലെ സുന്നികൾ പുലർത്തി പോരുന്നത്. സുന്നത്ത് ജമാഅത്തിൻ്റെ തന്നെ അടിസ്ഥാന നില ഇതാണ്. 4 മദ്ഹബുകളും ഹക്കാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അഭിപ്രായങ്ങളെല്ലാം ഹക്കാണ്. അതിനെയൊക്കെ ആരെതിർത്താലും അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾക്കുണ്ട്, പണ്ഡിതന്മാർക്കുണ്ട്. ഹനഫി മദ്ഹബിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഹനഫി മദ്ഹബിലെ ഒരഭിപ്രായത്തെ പുച്ഛമാക്കിയിട്ട് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ പ്രതിരോധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്, സുന്നി പണ്ഡിതന്മാർക്കുണ്ട്. അങ്ങനെയുള്ള ബാധ്യതകൾ നിറവേറ്റുമ്പോൾ മദ്ഹബിൽ സംഘടനയുടെ അഭിപ്രായമായിട്ടോ എല്ലാവരും കൂടിയെടുക്കുന്ന തീരുമാനമായിട്ടോ ഒന്നു വരാൻ ഒരു ചാൻസും ഇല്ലല്ലോ. ഇത് മനസ്സിലാക്കി തരുന്നത് എന്താണ്? 4 മദ്ഹബുകളും അതിൻ്റെ അകത്തുള്ള എല്ലാ അംഗീകൃത അഭിപ്രായങ്ങളും പണ്ഡിതന്മാർക്ക് പുലർത്താം, അവരെ അനുകരിക്കുന്നവർക്കും പുലർത്താം.